പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് പുതിയ തലമുറയുടെ ജീവിതം. പഠിച്ചിറങ്ങുമ്പോഴേ സ്വപ്നതുല്യമായ ശമ്പളം കാണും. എന്നാൽ ആ പണം ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? IT മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും പ്രകടിപ്പിക്കുന്ന ആശങ്കയാണിത്. രാവും പകലും ജോലി, മേലധികാരിയിൽ നിന്നുള്ള സമ്മർദ്ദം വേറെ, വിശ്രമിക്കാനോ വിനോദത്തിനോ സമയമില്ല. ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ എറണാകുളത്തെ IT കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച ജേക്കബ് തോമസ് എന്ന യുവാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പുതിയ തലമുറ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. കോട്ടയം സ്വദേശിയായ യുവാവ് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ജീവനൊടുക്കിയത്. കൊച്ചിയിൽ MBBS വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യക്ക് പിന്നിലും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കേരളം ഈ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്ത IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു. എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജോലി സമ്മർദ്ദം കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അമ്മേ. കോട്ടയം സ്വദേശിയായ ജേക്കബ് തോമസ് എന്ന യുവാവ് കഴിഞ്ഞ രാത്രിയിൽ അമ്മയോട് പറഞ്ഞതാണിത്. ആ രാത്രിയിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങിയിട്ടും തൊഴിലിടത്തെ സമ്മർദ്ദം അയാളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കാണണം. പിറ്റേന്ന് രാവിലെ സ്വയം ജീവിതം അവസാനിപ്പിച്ച് സമ്മർദ്ദമില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുന്നു. കോട്ടയം കഞ്ഞിക്കുഴിയിലെ ഫ്ളാറ്റിൽ നിന്ന് ചാടിയാണ് യുവാവ് ജീവനൊടുക്കിയത്. എറണാകുളത്തെ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജേക്കബിന്റെ മരണം പുതിയ തലമുറ ഏറെ ചിന്തിക്കേണ്ടതാണ്. ജോലി സമ്മർദ്ദമോ തൊഴിൽ ചൂഷണമോ ഉണ്ടായാൽ ആത്മഹത്യയാണോ പരിഹാരം? ഇങ്ങനെ സ്വയം തോറ്റുകൊടുക്കാതെ ആ തൊഴിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലേ? അതല്ലെങ്കിൽ മറ്റൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ജേക്കബിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതാണ്. കഞ്ഞിക്കുഴി മുട്ടമ്പലത്തെ സ്കൈലൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന 23-കാരനായ ജേക്കബ് തോമസിനെയാണ് പുലർച്ചെ 5:30 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ മാതാപിതാക്കൾ എഴുന്നേറ്റപ്പോൾ മകനെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതോടെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ചാടി യുവാവ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കാക്കനാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ജേക്കബ് തോമസ്. ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് ജേക്കബ് മാതാപിതാക്കളോട് പലതവണ പറഞ്ഞിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശം ജേക്കബ് മാതാവിന് അയക്കുകയും ചെയ്തു. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിന് പിന്നാലെയാണ് മരണം. രാത്രിയിലേറെ വൈകിയും ജേക്കബ് ഫ്ളാറ്റിലിരുന്ന് ജോലി ചെയ്തിരുന്നതായി മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. അമിത ജോലിഭാരം മൂലം സമ്മർദ്ദത്തിലായിരുന്നു മകനെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഡിഗ്രി പഠനത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ജേക്കബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചത്. ജോലിയിൽ പ്രവേശിച്ച് 4 മാസം കഴിയുമ്പോഴാണ് യുവാവിന്റെ ആത്മഹത്യ. ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജോലി സമ്മർദ്ദം ജേക്കബ് നേരിട്ടിരുന്നതായി കുടുംബം പറയുന്നു. ഇത് സംബന്ധിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോട്ടയം. കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മിടുക്കി, സ്കൂൾ തലം മുതൽ 1ാം റാങ്കുകാരി. കാസർഗോഡ് സ്വദേശിനിയായ അമ്പിളി എൻട്രൻസ് പരീക്ഷയിൽ റാങ്കോടെയാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നത്. എന്നാൽ മെഡിസിൻ പഠിക്കുന്ന സമയത്താണ് ചില മാനസിക പ്രശ്നങ്ങൾ അമ്പിളി അലട്ടാൻ തുടങ്ങിയത്.
വിഷാദരോഗം കാരണം 2 തവണ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. അതോടെ വിഷാദരോഗത്തിന് ചികിത്സയും തുടങ്ങിയതാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ അമ്പിളിയുടെ മനസ്സ് കൈവിട്ടുപോയി കാണണം. കഴിഞ്ഞ രാത്രി അമ്പിളിയെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവത്തിൽ കളമശ്ശേരി പോലീസും കാസർഗോഡ് ചന്ദേര പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 11:45 സഹപാഠികളാണ് കോളേജ് ഹോസ്റ്റലിന്റെ 3ാം നിലയിലെ മുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ അമ്പിളിയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശിയാണ് അമ്പിളി. അമ്പിളി ഇതിനു മുൻപ് 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഒരു തവണ ഹോസ്റ്റലിലും മറ്റൊരു തവണ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ചുമാണ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. 3 വർഷമായി മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അമ്പിളി. ഡോക്ടറെ കാണിച്ച ശേഷം ഹോസ്റ്റലിലാക്കി പിതാവ് മടങ്ങിയതിന് പിന്നാലെയാണ് ആത്മഹത്യ. കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ കാസർഗോഡ് ചന്ദേര പോലീസും പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ട യുവതിയാണ്. പ്രണയച്ചതിയും വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും സാമ്പത്തിക ചൂഷണവും അവളുടെ ജീവിതത്തെ താളം തെറ്റിച്ചു. അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷയും എല്ലാം തകർത്ത് ആ യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ട സുഹൃത്ത് സുഗാന്തിന് ഇനി അങ്ങനെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ? യുവതിയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകളാണ് പുതിയതായി ചുമത്തിയത്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സുഗാന്തിനെതിരെയുള്ള പോലീസ് നടപടി. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകളും ചേർത്തു. യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയത് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജ വിവാഹരേഖ തയ്യാറാക്കിയാണ് ഗർഭഛിദ്രം നടത്തിയത്. ഈ ക്ഷണക്കത്തും കണ്ടെടുത്തിരുന്നു. യുവതിയുടെ അക്കൌണ്ടിൽ നിന്ന് 3.5 ലക്ഷത്തോളം രൂപയാണ് സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് എത്തിയത്. പ്രതിക്ക് IBയിലെ തന്നെ ജീവനക്കാരായ മറ്റ് യുവതികളുമായും അടുപ്പമുണ്ടായിരുന്നുവെന്ന കണ്ടെത്തലുമുണ്ട്. ഇതിൽ ഒരു പെൺസുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മറ്റ് സഹപ്രവർത്തകരുടെ മൊഴികളും അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രതി പിന്മാറിയതാണ് പെൺകുട്ടിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. വിവാഹം കഴിക്കാനാവില്ലെന്ന് കാട്ടി പ്രതി പെൺകുട്ടിയുടെ അമ്മയ്ക്കയച്ച സന്ദേശവും അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. പ്രതിക്കായുള്ള തിരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പണത്തിനും സ്വർണത്തിനും വേണ്ടി കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവരുണ്ട്. കൊച്ചി മുനമ്പത്ത് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സുഹൃത്താണ്. പള്ളിപ്പുറം സ്വദേശി സനീഷാണ് കവർച്ചയ്ക്കിടെ കൊല നടത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊല്ലപ്പെട്ട സ്മിനേഷിന്റെ മാലയും മോതിരവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചതാണ്. ഒടുവിൽ കേസിന്റെ അന്വേഷണം സുഹൃത്ത് സനീഷിലേക്ക് എത്തുകയായിരുന്നു. മുനമ്പം സ്വദേശി മിനേഷിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ കാർ പോർച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് സുഹൃത്ത് വന്നപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്. തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. കൊല്ലപ്പെട്ട മിനേഷിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും ഒരു മോതിരവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിരുന്നു. മോഷ്ടശ്രമമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം.
ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ചോദ്യം ചെയ്യലിൽ പ്രതി സനീഷ് കുറ്റം സമ്മതിച്ചു. സ്മിനേഷിന്റെ ശരീരത്തിലുള്ള സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി മൊഴി നൽകി. കൊലപാതകം നടന്ന മുനമ്പത്തെ ഈ വീട്ടിൽ സ്മിനേഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. സ്കൂൾ അധ്യാപികയായ സ്മിനേഷിന്റെ ഭാര്യ ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്മിനേഷ് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഭാര്യ മുനമ്പത്തെ വീട്ടിലേക്ക് വരികയാണ് പതിവ്. പലപ്പോഴും സ്മിനേഷ് വൈകി ജോലി കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അച്ഛനും അമ്മയും അടുത്തു തന്നെയുള്ള സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത്. ജോലി കഴിഞ്ഞ് പറവൂരിലുള്ള സുഹൃത്ത് പ്രജീഷിന്റെ വീട്ടിലെത്തിയ സ്മിനേഷ് വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അവിടെ നിന്നും മുനമ്പത്തെ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് രാവിലെ പതിവായുള്ള ഫോൺ കോൾ കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് സ്മിനേഷിന്റെ വീട്ടിലെത്തി നോക്കിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം എന്ന പേരിൽ പ്രചരിച്ച ദൃശ്യങ്ങളുടെ വസ്തുത എന്താണ്? യഥാർത്ഥത്തിൽ ആ കമ്പനിയിൽ തൊഴിൽ ചൂഷണം നടന്നിരുന്നോ? അവിടെ തൊഴിൽ പീഡനം ഉണ്ടായിട്ടുണ്ട്. മുൻപ് ആ കമ്പനിയിലെ മാനേജരായിരുന്ന മനാഫ് തന്നെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിയെന്ന് ഒരു ജീവനക്കാരി പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കീഴ് ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു സൈക്കോ ആണ് മനാഫ് എന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനാഫ് പിന്നീട് കമ്പനിയോട് പക വീട്ടാനായി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒടുവിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച മനാഫ് തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു. ഇത് ആ പട്ടിയിലെ പോലെ നടത്തിച്ച വ്യക്തി ഞാൻ തന്നെയാണ്. നടത്തുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. ഇത് മനാഫ് എന്ന വ്യക്തി കമ്പനിയുടെ വിധിവിരോധം ചേർക്കാൻ വേണ്ടി ചെയ്തതാണ്. മെയിനായിട്ട് സാറിന് ഉയർന്ന പദവി നിൽക്കുന്ന ആളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സമൂഹത്തിൽ, അതിലൊരു വ്യക്തിയാണ് ഈ മനാഫ് എന്ന് പറഞ്ഞത്. ആളിടയ്ക്ക് ബ്രാഞ്ചിലിടയ്ക്ക് ഈ വിട്ടിത്തരം കാണിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് മനാഫ് എന്ന്. ബിസിനസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അന്ന് തന്നെ ഇതിൽ പരാതി പറഞ്ഞതുമാണ്. ഇതിനുശേഷം ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പറഞ്ഞുവിട്ടു. ഇപ്പോൾ ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുകയാണ്. സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബെൽറ്റ് തൂക്കിയിട്ട് നടക്കുന്ന ആൾ, ഈ മുട്ടിലെഴുതുന്ന ആൾ ഈ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ബെൽറ്റ് പിടിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്. ആ വീഡിയോയിൽ എന്നോട് ആ മനാഫ് എന്ന വ്യക്തിയെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ആ വീഡിയോ വീഡിയോ എന്നല്ല, അത് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. തൊഴിലിടത്തിലെ 2 വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ തൊഴിൽ പീഡനം എന്ന് ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് തൊഴിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഡ്രാമ പോലെ എടുപ്പിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് ആൾക്കാർക്ക് വലിയ വിഷമമുണ്ട്. അതേ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേസുകാരുമായിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പീഡനമൊന്നൊരു പരാതിയേ ഇല്ല, ടാർഗറ്റ് ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. 2 പേര് ഞങ്ങൾ വേണം. അവരും വഴി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവര് കൃത്യമായി മന്ത്രി റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേപോലെ അടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞതനുസരിച്ച് ബാക്കി പോകുന്നുണ്ടാവും. സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ആദ്യഘട്ടത്തിൽ ആരോപണമുയർന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കമ്പനി വ്യക്തമാക്കി. ഇവരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിതരണം നടത്തുന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന സ്ഥാപനത്തിലാണ് വിവാദ സംഭവങ്ങൾ നടന്നത്. ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. യുവതികളുമായി ചാറ്റ് ചെയ്തും അവരുടെ നഗ്ന ഫോട്ടോകൾ പ്രചരിപ്പിച്ചും ആനന്ദം കണ്ടെത്തുന്ന ചില മനോരോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ യുവതികളുടെയും വീട്ടമ്മമാരുടെയും ജീവിതം തകർക്കുന്നതിലൂടെ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും ലഭിക്കുക? മലപ്പുറം മാറാഞ്ചേരി സ്വദേശി മുഹമ്മദ് സുവാദ് ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും സ്ത്രീകളുടെ വ്യാജ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ച് പണം തട്ടിയെടുത്ത യുവാവ് ഒടുവിൽ പിടിയിലായിരിക്കുന്നു. കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വ്യാജ പ്രൊഫൈലിലൂടെ ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിച്ചാണ് ഇയാൾ ഫോട്ടോകളും വീഡിയോകളും തരപ്പെടുത്തിയിരുന്നത്.
സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളുടെ വ്യാജ വീഡിയോയും ചിത്രങ്ങളും പ്രചരിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ മലപ്പുറം മാറാഞ്ചേരി വെള്ളത്തിങ്കൽ സ്വദേശി 32-കാരനായ മുഹമ്മദ് ഫുവാദാണ് പിടിയിലായത്. കോഴിക്കോട് സ്വദേശിനിയായ യുവതിയെ ഇൻസ്റ്റഗ്രാമിലെ വ്യാജ അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട ഇയാൾ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ നഗ്ന ഫോട്ടോകൾ ഉണ്ടാക്കി. പിന്നീടത് ബന്ധുക്കൾക്കും യുവതിയുടെ ഭർത്താവിനും അയച്ചുകൊടുത്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇവരുടെ പരാതിയിൽ പന്ന്യങ്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് ഫുവാദ് അറസ്റ്റിലായത്. ആറ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നിരവധി ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഖത്തറിൽ ഡ്രൈവറായിരുന്ന ഫുവാദ് 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചാണ് ഇയാൾ സ്ത്രീകളുമായി ചാറ്റ് ചെയ്തിരുന്നത്. മരിച്ച ഉമ്മയുടെ പേരിലും ഇയാൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചില മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടവർ സ്ത്രീകളെ ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രമേ നോക്കൂ. മലപ്പുറം നെന്മിനിയിൽ വയോധികയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരു യുവാവാണ്. കരുവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീൻ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയ്ക്ക് നേരെ അതിക്രമം നടത്തുകയായിരുന്നു. കേസിൽ പ്രതിയെ മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ് പിടിയിലായ ഷംസുദ്ദീൻ. നെന്മിനി തച്ചിങ്ങനടം എന്ന സ്ഥലത്തുള്ള വയോധികയുടെ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ഷറഫുദ്ദീൻ അടുക്കള ഭാഗത്തുകൂടി അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയോധികയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളും നാട്ടുകാരും പ്രതിയെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മേലാറ്റൂർ പോലീസ് ഷറഫുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയതിന് ഷറഫുദ്ദീനെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ഷറഫുദ്ദീനെതിരെ ജില്ലയിലും പുറത്തുമായി നിരവധി മോഷണ കേസുകളും ലൈംഗികാതിക്രമ കേസുകളും നിലവിലുണ്ടെന്ന് മേലാറ്റൂർ ഇൻസ്പെക്ടർ PM ഗോപകുമാർ അറിയിച്ചു. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കുട്ടികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ പോലും വല്ലാതെ ബാധിക്കാം. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചൂഷണത്തിന് ഇരകളാകുന്ന നിരവധി കുട്ടികൾ ഈ നാട്ടിലുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലെ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. മലപ്പുറം വണ്ടൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി പീഡനത്തിനിരയായ വിവരം അറിഞ്ഞത് വീട്ടുകാരുടെ ഇടപെടലിലാണ്. ചിക്കൻ വാങ്ങാനെത്തിയപ്പോൾ കട ഉടമയാണ് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയത്. കേസിൽ വണ്ടൂർ സ്വദേശി അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെട്ടിയാറമ്മലിൽ ചിക്കൻ സ്റ്റാൾ നടത്തുന്ന പ്രതി ചിക്കൻ വാങ്ങാനെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് കേസ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12-നാണ് സംഭവം. കടയിൽ ആളൊഴിഞ്ഞ സമയത്തെത്തിയ വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. കഴിഞ്ഞ ജനുവരിയിലും സമാന സംഭവം ഉണ്ടായതായി പറയുന്നു. വിവരമറിഞ്ഞു കുട്ടിയുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താണ് പ്രതി വണ്ടൂർ ചെട്ടിയാറമ്മൽ പത്തുതറ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ശബ്ദ സന്ദേശത്തിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും കബളിപ്പിച്ച് പണം തട്ടുന്ന ക്രിമിനലുകളെ പിടികൂടാൻ പോലീസിന്റെ സൈബർ ടീം വലിയ പരിശ്രമത്തിലാണ്. കൊല്ലം ജില്ലാ കളക്ടറുടെ പേരിൽ പണം ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവം
പോലീസിന് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. വില്ലേജ് ഓഫീസറുടെ മൊബൈലിലേക്ക് എത്തിയ വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ കുറ്റവാളികൾ സജീവമാണെന്നും തട്ടിപ്പിന് ഇരയാകാതെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. വില്ലേജ് ഓഫീസറുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസനാണെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ പണം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത്. സംശയം തോന്നിയ വില്ലേജ് ഓഫീസർ അവസരോചിതമായി പെരുമാറിയതോടെയാണ് തട്ടിപ്പ് ശ്രമം പരാജയപ്പെട്ടത്. അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഫോൺ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അത്യാവശ്യമായി പണം അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം. വാട്സാപ്പിൽ വന്ന സന്ദേശം കണ്ട് സംശയം തോന്നിയ വില്ലേജ് ഓഫീസർ ഉടൻ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുകയായിരുന്നു. ജില്ലാ കളക്ടർ ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിവരമറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ സൈബർ കുറ്റവാളികൾ സജീവമാണെന്നും തട്ടിപ്പിനിരയാകാതെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങൾ കേരളത്തിലുണ്ട്. ഒട്ടേറെ യുവാക്കളാണ് അവരുടെ ചതിയിൽപ്പെടുന്നത്. റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്ന് 1 കോടിയോളം രൂപ തട്ടിയെടുത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി സെയ്ദാണ് പിടിയിലായത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് സൂചന. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്ന് 1 കോടിയോളം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ച കേസിലാണ് യുവാവ് കോട്ടക്കലിൽ പിടിയിലായത്. ഒതുക്കുങ്ങൽ മറ്റത്തൂർ സ്വദേശി 23-കാരനായ പാണക്കൽ സെയ്ദിനെയാണ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ അറസ്റ്റ് ചെയ്തത്. റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 3.5 ലക്ഷം രൂപ വാങ്ങിയെന്നും മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസയോ പണമോ നൽകാൻ പ്രതി തയ്യാറായില്ലെന്നുമുള്ള മറ്റത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇയാൾ പിടിയിലായതോടെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നായി 50ഓളം യുവാക്കൾ സമാന പരാതികളുമായി കോട്ടക്കൽ സ്റ്റേഷനിലെത്തി. നിലവിൽ ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന വിസാവോ സ്റ്റോക്ക് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തൊഴിൽ തട്ടിപ്പ്. പ്രതി നടത്തിയിട്ടുള്ള മറ്റു തട്ടിപ്പുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരുന്നു. പലരിൽ നിന്നായി 1 കോടിയോളം രൂപ ഇയാൾ തട്ടിയെടുത്തതായാണ് പ്രാഥമിക വിവരം. ന്യൂസ് 18 തിരൂർ. ലഹരി സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 52 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 3 പേരെ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് സംഘം വലയിലായത്. പിടിയിലായ സുമേഷ്, ജിഫിൻ എന്നിവർ നിരവധി ലഹരിമരുന്ന് കേസുകളിലെ പ്രതികളെന്നാണ് വിവരം. ഇവർക്കൊപ്പം പിടിയിലായ പാലക്കാട് സ്വദേശിനി അഞ്ജു തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപത്തെ സ്പാ സെന്ററിലെ ജീവനക്കാരിയാണ്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് MDMA-യുമായി പോവുകയായിരുന്നു യുവതി അടക്കമുള്ള 3-അംഗ സംഘം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ടീം ഇവരെ പിടികൂടിയത്. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശിനി അഞ്ജു എന്നിവരാണ് പിടിയിലായത്. രാവിലെ 7:30-യോടെ ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇവരുടെ പക്കൽ നിന്ന് 52 ഗ്രാം MDMA കണ്ടെടുത്തു. MDMA വിൽപ്പനയ്ക്കായി വിഷു പ്രമാണിച്ച് ആറ്റിങ്ങൽ ഭാഗങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 3 പേരെ, ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പിടികൂടിയിട്ടുണ്ട്.
സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തും. ആറ്റിങ്ങൽ പരിസരങ്ങളിൽ ഈ അടുത്ത കാലത്തായി MDMA-യുടെ വലിയ ക്യാച്ചുകൾ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പാൻപരാഗ് ഇനത്തിൽപ്പെട്ട വലിയ ഗോഡൌണുകൾ റെയ്ഡ് ചെയ്ത് കേസുകൾ പിടിച്ചിട്ടുണ്ട്. ഡാൻസ് ഓഫ് ടീമിൻ്റെയും ആറ്റിങ്ങൽ പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ MDMA പിടിക്കാനിടയായത്. നിരവധി ലഹരിമരുന്ന് കേസുകളിലെ പ്രതിയാണ് സുമേഷ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപത്തെ സ്പാ ജീവനക്കാരിയാണ് പിടിയിലായ അഞ്ജു. ഇവർ നേരത്തെയും ലഹരിമരുന്ന് കടത്തിയിട്ടുള്ളതായി പോലീസിന് സംശയമുണ്ട്. ആറ്റിങ്ങൽ പോലീസ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. വിൽപ്പനയ്ക്കായാണിവർ ലഹരിമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കർമ്മ ന്യൂസ് ഓൺലൈൻ ചാനൽ ഉടമ വിൻസ് മാത്യു അറസ്റ്റിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് വിൻസിനെ അറസ്റ്റ് ചെയ്തത്. ചാനലിൽ പ്രസിദ്ധീകരിച്ച ചില വാർത്തകൾ സംബന്ധിച്ച പരാതികളിലെടുത്ത കേസിലാണ് അറസ്റ്റ്. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ നിന്നും 7 ഗ്രാം MDMA പിടികൂടി. ലഹരിമരുന്ന് പാക്കറ്റുകളിലാക്കിയിരുന്ന 5 യുവാക്കൾ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് സംശയകരമായ സാഹചര്യത്തിൽ യുവാക്കളെ കണ്ടത്. പാലക്കാട് കൂട്ടുപാതയിൽ കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിന് പമ്പിലെ ജീവനക്കാരെയും മാനേജരെയും മർദ്ദിച്ച 2 പേർ പിടിയിലായത് തിരുമിറ്റക്കോട് സ്വദേശി സതീഷ്, ഞാങ്ങാട്ടിരി സ്വദേശി നാസർ എന്നിവർ. ബംഗളൂരുവിൽ ആളൊഴിഞ്ഞ വഴിയിൽ കാൽനട യാത്രക്കാരിയെ കടന്നുപിടിച്ച് യുവാവ്. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിങ്ങൾ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ? ജോലി സമ്മർദ്ദവും ദാമ്പത്യ തർക്കവും വിഷാദരോഗവും അലട്ടുന്നുണ്ടോ? ജോലിസ്ഥലത്തെ മാനസിക പിരിമുറുക്കം എന്റെ മാത്രം പ്രശ്നമെന്നാണ് പലരും കരുതുന്നത്. കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങൾ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂവെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എല്ലാവരും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. അതിന്റെ സ്വഭാവവും രീതിയും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വെല്ലുവിളിയും ഒക്കെ ഉണ്ടാകാം. അവിടെ ആത്മഹത്യയിലൂടെ സ്വയം തോറ്റുകൊടുക്കുകയല്ല വേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ പരിശ്രമിക്കൂ. ആത്മഹത്യാ പ്രവണത തോന്നുന്നുവെങ്കിൽ ആരോടെങ്കിലും മനസ്സിലെ വിഷമങ്ങൾ പങ്കുവെക്കൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് തിരിച്ചറിയൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.